കരാറുകാരുടെ കുടിശ്ശിക 100 കോടി കടന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. കടകളിൽ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന വാതിൽപ്പടി സേവനം നിർത്തിവെക്കാനാണ് കരാറുകാരുടെ തീരുമാനം. കഴിഞ്ഞ മാസം കടയിലെത്തിച്ച അരി തീർന്നു കഴിഞ്ഞാൽ റേഷൻ വിതരണവും നിലക്കും. അപ്പോൾ പണിമുടക്കല്ല സംഭവം. പണം കിട്ടാത്തത് കൊണ്ട്, ഇപ്പോൾ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ലോറിക്കാർ വരുന്നില്ല, റേഷന് കടയിലേക്ക് അരി എത്തുന്നില്ല. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾ 3-3.25 കോടി ജനങ്ങളുടെ ബാധിക്കുന്ന വിഷയം. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നയം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ഞങ്ങളുടെ കയ്യിൽ കുറച്ചരി സ്റ്റോക്ക് ഉണ്ട്, ഇത് കൊടുത്ത് തീർന്നാൽ റേഷൻ കട കാലിയാവും. അതിന് മുഖ്യമന്ത്രിയും ധനമന്ത്രി, ഭക്ഷ്യമന്ത്രി ഞാൻ പറയുന്നില്ല, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സിനോജ് തോമസ് വിശദാംശങ്ങളുമായി. നേരത്തെ സ്റ്റെൻറ്റ് നൽകാനാകില്ല എന്ന് വിതരണക്കാർ പറയുന്നു. ഇപ്പോൾ മറ്റ് സേവനങ്ങൾ നൽകാൻ, റേഷൻ കടകളിലൂടെയുള്ള വാതിൽപ്പടി സേവനം നൽകാൻ കഴിയില്ല എന്ന് കരാറുകാർ പറയുന്നു. എല്ലാ മേഖലകളിലും പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണത്താൽ. സിനോജ്, എന്താണ് കരാറുകാരുടെ വിശദീകരണം? നികേഷ് കുമാർ, ഇവിടെയും കുടിശ്ശിക തന്നെയാണ് വിഷയം. സംസ്ഥാനത്തെ 77 താലൂക്കുകളിലായി 55 കരാറുകാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവർക്കാണെങ്കിൽ 1.5 കോടി മുതൽ 2.5 കോടി രൂപ വരെയാണ് കുടിശ്ശിക വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 മാസത്തെ കരാർ തുക സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. അത് കണക്കാക്കുമ്പോൾ 100 കോടിക്ക് മുകളിൽ തുക അനുവദിച്ചാൽ മാത്രമേ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതായത് എഫ്സൈ ഗോഡൌണിൽ നിന്ന് അരിയെടുത്ത് താലൂക്ക് ഗോഡൌണിൽ എത്തിച്ച് അത് ലോറിയിൽ കയറ്റി റേഷൻ കടകൾ എത്തിക്കുന്നത് ഈ 55 കരാറുകാരാണ്. സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് വാതിൽപ്പടി സേവനം. റേഷൻ കടകളിൽ അരിയും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. അതാണ് മുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ പണം കിട്ടാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമരമല്ല, ഈ പണം കിട്ടാത്തതുകൊണ്ട് ലോറി വാടക നൽകാനോ ലോറിക്ക് ഡീസൽ അടിക്കാനോ ആ അരി കയറ്റി ഇറക്കുന്ന തൊഴിലാളികൾക്ക് കൂലി നൽകാനോ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഈ സേവനം നിന്ന് പോകുന്നത്. നിലവിൽ റേഷൻ വിതരണം ഈ കടകളിൽ നടക്കുന്നത് മെയ് മാസം വന്ന അരിയുണ്ട്, അത് വിറ്റുപോകാത്ത അരിയും വിതരണം ചെയ്യാത്ത അരിയും റിസർവായിട്ട് വന്ന അരിയുമാണ് ഈ മാസം ഇപ്പോൾ നൽകി തുടങ്ങിയിരിക്കുന്നത്. സാധാരണ ഈ 7, 8, 9, 10 തീയതികളൊക്കെ തന്നെയാണ് ഈ ഗോഡൌണിൽ നിന്ന് വാതിൽപ്പടി സേവനമായിട്ട് റേഷൻ കടകളിലേക്ക് അരിയും സാധനങ്ങളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പണം കിട്ടാത്തത് കൊണ്ട് അരി എടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ പണം കിട്ടിയിട്ടില്ലെങ്കിൽ, അരി റേഷൻ കടയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ മാസം 15-ന് ശേഷം, അതായത് നിലവിലുള്ള അരിയും സാധനങ്ങളും കടയിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കടയിൽ നൽകാൻ വേണ്ടി അരി ഉണ്ടാവില്ല എന്നാണ് റേഷൻ വ്യാപാരികളും പറയുന്നത്. ഇതിൽ ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയുമാണ് ഇടപെടേണ്ടതെന്നും കരാറുകാർ പറയുന്നു. കഴിഞ്ഞ മാസം 30-ാം തീയതി രേഖാമൂലം സിവിൽ സപ്ലൈസ് വകുപ്പ് ചെയർമാന് ഇവർ ലെറ്റർ നൽകിയിരുന്നു, ഈ 55 കരാറുകാർ. പക്ഷേ യാതൊരുവിധ ചർച്ച നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ സഹകരിക്കണം, പൈസ അത്യാവശ്യം കുറച്ച് എമൗണ്ട് തരാം, അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 20% എമൗണ്ട് അടിയന്തരമായി നൽകാം, അങ്ങനെ ഒരു ഉറപ്പ് പോലും നൽകാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സേവനം മുടങ്ങുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. നികേഷ് കുമാർ, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സിനോജ്.